വെറും 40,000 രൂപ ലാഭമുണ്ടാക്കിയതിന് 40,00,000 രൂപയുടെ ഇൻകം ടാക്സ് നോട്ടീസാണ് ഒരു ക്രിപ്റ്റോ ട്രേഡർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ഒരു ഇൻകം ടാക്സ് നോട്ടീസിനെ കുറിച്ച് ഈ ഒരു ക്രിപ്റ്റോ ട്രേഡർ തന്നെ എന്താണ് പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം എന്താണ് ഈ ഒരു ഇൻകം ടാക്സ് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ഓക്കെ ബ്രോ. ഞാനെന്താ വെച്ചാല് ക്ലിയർ ആയില്ല. ഞാനെന്താ വെച്ചാല് ഇപ്പൊ ഞാനേ കോയിൻഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഇപ്പോൾ 2021, 22 മുതല് ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ. ഒരുപാട് നമുക്ക് ടാക്സിനെ പറ്റി ഐഡിയയും കാര്യമൊന്നും ഇല്ലായിരുന്നു. നേരിട്ട് ഇതുപോലെ എനിക്കൊരു ഇൻകം ടാക്സിന്റെ നോട്ടീസ് വന്നു. ഇത്ര ഒരുപാട് എമൗണ്ട് ഉണ്ട്. അപ്പോൾ ടാക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നാട്ടിൽ ടാക്സിന്റെ ഒരാളെ യൂട്യൂബ് ഇതുപോലെ കിട്ടിയിട്ട് ആളെ കോൺടാക്ട് ചെയ്തു. ആളത് ക്ലിയർ ചെയ്ത് അവർക്ക് ക്ലിയർ ചെയ്തിട്ട് അത് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ് വലിയൊരു എമൗണ്ടിന് ടാക്സ് അടക്കേണ്ടി വരും. ഏകദേശം 140 മണി നിങ്ങൾ അടക്കേണ്ടി വരും ടാക്സ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ശേഷം ഒരു എനിക്ക് 10 എത്ര ചെയ്യാറ് അതിൻ്റെ അടുത്തോ ചെയ്യാറിൻ്റെ അടുത്തോട്ട് അതുണ്ട് സംഭവം. പിന്നെ ട്രാൻസാക്ഷൻസ് അപ്പോൾ അതിൻ്റെ ടാക്സ് എങ്ങനെ ഇപ്പോൾ ഒരു പറഞ്ഞ ഏകദേശം 30% കളക്ട് ചെയ്യുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് തന്നെ ടാക്സ് പൈലയിൽ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആകെ ടെൻഷനിലിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനൊന്നും ആകെ കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും ഇല്ല. കസ്റ്റമർ 1000 രൂപ കൊടുക്കും, ചിലപ്പോൾ ഒരു 800 രൂപ നഷ്ടമാവും. അപ്പോൾ നമ്മൾ ബാക്കി 200 കിട്ടാൻ വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്യും. അങ്ങനെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഇത്രയും എമൗണ്ട് ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കില്ല. എന്ന് വെച്ചാൽ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഇതിൽ നമുക്ക് നല്ലൊരു പ്രോബ്ലം എന്ന് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞുതരും. ഇതിപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപ തേച്ച് പോലും ലാഭം വന്നിട്ടില്ല. അപ്പം എന്നിട്ട് നമ്മളൊരു 1000 രൂപ ഇടും, പിന്നെ ഒരു ചിലപ്പോൾ 500 500 രൂപ നഷ്ടമാവും. അപ്പോൾ ബാക്കി 500 കൂടെ പോകേണ്ട എഴുതിക്കൊണ്ട് 500 നമ്മൾ വിഡ്രോ ചെയ്യും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു 1000 രൂപ ഇടും. അങ്ങനെ നമ്മൾ ഇട്ടിരുന്നത് പക്ഷേ അല്ലേ വലിയ ലാഭമൊന്നും ഇതിൽ വന്നിട്ടില്ല. ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും മറ്റേ ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു, ലോഗിൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ. അത് ഓൺലൈനിലില്ല. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ അയച്ച മെസ്സേജാണ്. പുള്ളിയുടെ ഇൻകം ടാക്സ് നോട്ടീസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡീറ്റെയിൽസ് പ്രകാരം 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ പുള്ളിക്ക് വന്നിരിക്കുന്ന ഇൻകം ടാക്സ് നോട്ടീസ് 40,00,000 രൂപയുടെ ഇൻകം ടാക്സ് നോട്ടീസാണ്. അതായത് പുള്ളി ആകെക്കൂടി ഈ ഒരു ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം പുള്ളി ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വെറും 40,000 രൂപയുള്ളൂ. 50,000 രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻകം ടാക്സ് നോട്ടീസ് വന്നിരിക്കുന്നത് 40,00,000 രൂപയുടെ ഇൻകം ടാക്സ് നോട്ടീസാണ്. ഇതെല്ലാം കൂടി ഒരു CA-കാരന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് ഈ CA-കാരനും പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, ഇത്രയും ടാക്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുള്ളി ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാത്രമാണ് ഈ ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ കാര്യം മാത്രമാണ്. അതായത് 40,00,000 രൂപയുടെ സെയിൽ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ മീതെയുള്ളൊരു ഇൻകം ടാക്സ് നോട്ടീസാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ പുള്ളിയുടെ ഇൻകം ടാക്സ് പോർട്ടൽ കയറി നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിപ്പോൾ ഒരു വർഷത്തെ കാര്യമാണ്. അതിന് ശേഷവും ഇപ്പോൾ അടുത്ത വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടിക്ക് മുകളിൽ ട്രാൻസാക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത വർഷം 25 ലക്ഷം ഉണ്ട്. അതിൻ്റെ അടുത്ത വർഷം ഈ പറയുന്ന ഇൻകം ടാക്സ് നോട്ടീസ് വന്നിരിക്കുന്നത് 40,00,000 രൂപയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ വീണ്ടും 17 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇനി മോസ്റ്റ് ലൈക്ക്ലി ഈ പറയുന്ന എല്ലാ വർഷത്തെയും ടാക്സ് നോട്ടീസ് കാര്യങ്ങളെല്ലാം പുള്ളിക്ക് വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഒരു ഇൻകം ടാക്സ് നോട്ടീസിൽ പറയുന്നതും അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എസ്പെഷ്യലി ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ബേസിക് ആയിട്ടുള്ള ക്രിപ്റ്റോ ടാക്സ്, ഇന്ത്യയിലുള്ള ടാക്സ് കാര്യങ്ങൾ എത്രയാണ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഭാവിയിൽ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ടാക്സ് നോട്ടീസിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്, ഈ പുള്ളിക്കാരനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാൻ കാർഡിൽ റിലേറ്റഡ് ആയിട്ട് 40,00,000 രൂപയുടെ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ക്രിപ്റ്റോ കറൻസികൾ സെല്ല് ചെയ്തതിലൂടെയുള്ള ഇൻകം റിപ്പോർട്ടഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അതായത് ഇയാളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ AS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു സെക്ഷനിൽ റിപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇത് നിങ്ങളുടെ ഇൻകം ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആണോ എന്നുള്ളതല്ല പറയുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്
ഈ ഫിഗർ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഈ ഒരു ടാക്സ് നോട്ടീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് റെസീപ്റ്റ്സ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ആണ് അല്ലേ. അതായത് ക്രിപ്റ്റോ കറൻസികൾ വിറ്റതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു റെസീപ്റ്റ് ഇൻകം ആണ് 40 ലക്ഷം രൂപയായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗവൺമെൻറ് ഈ ഡേറ്റ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനോ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ KYC ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ കാര്യങ്ങളെല്ലാം ഇതെല്ലാം FIU രജിസ്റ്റേർഡ് ആയത് കാരണം കൊണ്ട് തന്നെ, ഈ പാൻ കാർഡ് ലിങ്ക്ഡ് ആയത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഡേറ്റയും ഗവൺമെൻറ്റിന് ഓൾറെഡി ഈ ഡേറ്റ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്? ആസ് പെർ നിങ്ങളുടെ പാൻ കാർഡ് പ്രകാരം നിങ്ങൾക്ക് ഇൻകം റിസീവ്ഡ് ആയിട്ടുണ്ട്. ഒന്നുകിൽ അതായത് 3 കാരണം കൊണ്ടാണ് ഈ ഒരു നോട്ടീസ് പുള്ളിക്കാരന് വന്നിരിക്കുന്നത്. ഒന്ന്, ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻ പുള്ളിക്കാരൻ്റെ പാൻ കാർഡിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. 2, ഒന്നുകിൽ പുള്ളിക്കാരൻ ഈ ഒരു ഇൻകം ടാക്സ് റിപ്പോർട്ടിംഗ് ITR കാര്യങ്ങളൊന്നും പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ഫയൽ ചെയ്തിട്ടില്ല. 3, ഇൻ കേസ് ഇനി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് തമ്മിൽ വലിയൊരു മിസ്മാച്ച് ഉണ്ട് എന്നുള്ളതാണ് ഇൻകം ടാക്സ് പറയുന്നത്. സോ ഇൻകം ടാക്സ് പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഇതിലൂടെ എത്ര ക്യാഷ് ഉണ്ടാക്കി, എത്രയാണ് നമ്മുടെ വരുമാനം, എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളാണ് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മളാണ് ജസ്റ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ടാക്സ് നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ടാക്സ് നോട്ടീസിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതായത് ഈ ടാക്സ് നോട്ടീസ് ഇഗ്നോർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള ITR കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും, അതായത് നോൺ കംപ്ലൈൻസ് ആയിട്ടുള്ള ഓരോ ദിവസത്തിനും 500 രൂപ പിഴയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഒരു പ്രോബ്ലമാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് വരിക എന്ന് പറയുന്നത്. വരാൻ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും വരിക, പക്ഷേ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഓക്കെ ഈ പറയുന്ന ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം, ഒട്ടുമിക്ക എല്ലാ ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളിത് മുന്നേ ക്രിപ്റ്റോ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, അധികം ആളുകളുടെ വിചാരം എന്ന് പറയുന്നത് ക്രിപ്റ്റോയിൽ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ചെയ്താലും ഇതൊന്നും ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ആളുകൾക്കൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ക്രിപ്റ്റോയിൽ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും അത് ഗവൺമെൻറ്റിന് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടാക്സ്, പല ആളുകളുടെയും വിചാരം ഇത് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്താലാണ് ടാക്സ് കാര്യങ്ങൾ അപ്ലിക്കബിൾ എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. വിഡ്രോ ചെയ്തില്ലെങ്കിലും നമ്മൾ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഓരോ സമയത്തും പല ടാക്സബിൾ ആയിട്ടുള്ള ഇവൻറ്റുകളും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സ് പോർട്ടലിൽ ഈസി ആയിട്ട് റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഡെക്സ് കാര്യങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലും വളരെ ഈസി ആയിട്ട് ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ എല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം, ഇപ്പം നിലവിൽ ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ ടാക്സ് നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സോ ബേസിക് ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. സോ ഇൻകം ടാക്സിനെ കുറിച്ചിട്ട്, ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 3 പാർട്ട് വീഡിയോ സീരീസ് നമ്മൾ ഓൾറെഡി ഒരു 8-9 മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ സീരീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാനും സാധിക്കും. സോ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ മറക്കാതെ കാണാനും ശ്രമിക്കുക. സോ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഷോർട്ടായിട്ട് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും വലിയൊരു ടാക്സ് നോട്ടീസ് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രിപ്റ്റോൻ്റെ ടാക്സ് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള 30% ടാക്സ് ആണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 30% നിർബന്ധമായിട്ടും ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. അതിപ്പോൾ എത്ര രൂപയാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ 100 രൂപയാണെന്നുണ്ടെങ്കിലും 1000 രൂപയാണെന്നുണ്ടെങ്കിലും ഒരു ഇൻകം ടാക്സ് സ്ലാബോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഇൻകം ടാക്സിൽ അപ്ലിക്കബിൾ അല്ല. എത്ര രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും നമ്മൾ അതിൻ്റെ 30% ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് അടയ്ക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിച്ചു, അത് 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നുണ്ടെങ്കിൽ 50,000 രൂപയാണ് പ്രോഫിറ്റ് അല്ലേ.
അപ്പോൾ 50,000 രൂപയുടെ 30% 15,000 രൂപ നമ്മൾ എന്തായാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് അടയ്ക്കണം. അതേപോലെ തന്നെ ഇതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നോ അങ്ങനെയുള്ളൊരു കാറ്റഗറി അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രയാണോ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ 30% ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ 1% TDS കൊടുക്കണം. അതായത് എത്ര ക്യാഷിന് നമ്മൾ ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസികൾ സെല്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ 1% TDS ഡിഡക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അത് 1,00,000 രൂപയ്ക്ക് നമ്മൾ ഒരു ക്രിപ്റ്റോ കറൻസി സെല്ല് ചെയ്തു എന്നുണ്ടെങ്കിൽ 1000 രൂപ അവിടെ തന്നെ ഡിഡക്റ്റ് ചെയ്തിട്ട് ആ 99,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 99,000 രൂപ അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എത്ര ടാക്സ് അടക്കണം എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും ടാക്സ് അടയ്ക്കേണ്ടതും ഒക്കെ നമ്മളാണ്. ഗവൺമെൻറ് നമ്മളോട് പറയില്ല എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും. അതേപോലെ തന്നെ ഈ TDS ഡിഡക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഓരോ ട്രാൻസാക്ഷൻസും, അതായത് ചെറുതും വലുതായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇതെല്ലാം ഈ എക്സ്ചേഞ്ച് ഗവൺമെൻറ്റിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാരണം കൊണ്ടാണ് മുന്നേ നമ്മൾ ഇൻകം ടാക്സ് നോട്ടീസിൽ 40 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഈ ഡേറ്റ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും എക്സ്ചേഞ്ച് നോട്ട് ചെയ്യും. ഈ നോട്ട് ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ നോട്ടീസ് കാര്യങ്ങൾ അയക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ലോസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രോഫിറ്റുമായിട്ട് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷനിലൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ അതേസമയം നമ്മൾ ഇത്തേരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 40,000 രൂപ ലോസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ് ഉള്ളൂ അല്ലേ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ പ്രോഫിറ്റ് 1,00,000 രൂപയാണ്. 1,00,000 രൂപയുടെ 30% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് ലോസൊക്കെ നമ്മൾ തന്നെ സഹിച്ചോളണം, പക്ഷേ പ്രോഫിറ്റിൻ്റെ 30% ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ മറ്റുള്ള ലോസ് മാത്രമല്ല ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനും പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രേഡിംഗ് ഫീസ്, ഇൻ്റർനെറ്റ് കോസ്റ്റ്, എക്സ്ചേഞ്ച് ഫീസ് അതുപോലുള്ള യാതൊരു രീതിയിലുള്ള മറ്റുള്ള കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസും ടാക്സബിൾ ആണ്. അപ്പോൾ അധികം ആളുകളുടെയും ഒരു വിചാരം എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് നമ്മൾ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്താലാണ് നമ്മൾ ആ പ്രോഫിറ്റിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു എക്സ്പെക്റ്റേഷൻ വിചാരം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻസിലും നടക്കുന്ന പ്രോഫിറ്റ് അത് നമ്മൾ വിഡ്രോ ചെയ്താലും ഇല്ലെങ്കിലും അത് ടാക്സബിൾ ഇവൻ്റ് ആണ്. അതേപോലെ തന്നെ പല ആളുകളുടെയും ഒരു വിചാരം നമ്മൾ ക്രിപ്റ്റോ കറൻസികൾ INR കറൻസിയിലോട്ട് സ്വാപ്പ് ചെയ്യുമ്പോഴാണ്, സെല്ല് ചെയ്യുമ്പോഴാണ് അതൊരു ടാക്സബിൾ ഇവൻ്റ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിച്ചു, ആ ബിറ്റ് കോയിൻ നമ്മൾ ഇത്തേറിയുമായിട്ട് സ്വാപ്പ് ചെയ്തു, ഇത്തേറിയുമായിട്ട് സെല്ല് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു ടാക്സബിൾ ഇവൻ്റ് ആണ്. ആ പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് വരും. ആ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. സോ എത്രമാത്രം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് നിയമങ്ങളാണ് ക്രിപ്റ്റോയിലുള്ളത്, ഇന്ത്യയിലുള്ളത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടാക്സ് നോട്ടീസ് പുള്ളിക്കാരന് വന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും അല്ലേ. അതായത് പുള്ളിക്കാരൻ കുറേ ചെറിയ ട്രാൻസാക്ഷൻസ് ഒരു വർഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ടോട്ടൽ സെൽ വോളിയം ആണ് ഈ ഒരു 40 lakh എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 1,00,000 രൂപ 1,50,000 രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇൻകം ടാക്സ് പോർട്ടൽ ആ 1,50,000 രൂപയാണ് റിഫ്ലക്റ്റ് ആകുന്നത്. അങ്ങനെ സെല്ല് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഫിറ്റ് അല്ല. പക്ഷേ ഇതിൽ പല ട്രാൻസാക്ഷൻസും പ്രോഫിറ്റ് ഉള്ളതുണ്ട്, പ്രോഫിറ്റ് ഇല്ലാത്തതുണ്ട്, ഭയങ്കര ലോസിലുള്ളതുണ്ട്. അപ്പോൾ അയാളുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ള കാര്യം അത് ഈ എക്സ്ചേഞ്ചിൻ്റെ ഡേറ്റ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് ടാക്സ് എന്നുള്ളത് അടയ്ക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയാണ് പറയുന്നത് CA-കാരനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ഈ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ കാര്യങ്ങളെല്ലാം പരിശോധിച്ച സമയത്ത് ഈവൻ ഇഫ് പുള്ളിക്കാരൻ അതിലൂടെ ഒരു 40,000-50,000 രൂപയാണ് ആകെ കൂടി പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ ക്രിപ്റ്റോ ടാക്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കണം എന്നുള്ളതാണ് ഈവൻ CA-കാരന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സിൻ്റെ നിയമങ്ങൾ ഇത്രമാത്രം സ്ട്രിക്റ്റ് ആയത് കാരണം കൊണ്ടാണ്
നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അറ്റ് ദി എൻഡ് നമ്മളിപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻകം ടാക്സ് നോട്ടീസ് നിങ്ങൾക്കും വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ വഴി ഒരുപാട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ITR കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഇഗ്നോർ ചെയ്യുന്നതിന് പകരം ഒരു CA കാരനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ITR കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളിത് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഇൻകം ടാക്സ് നോട്ടീസിൽ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു ഡെഡ് ലൈൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡെഡ് ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസത്തിനും 500 രൂപ ഫൈനാണ് അതിൽ പറയുന്നത്. ഈവൻ ഒരു 10 ദിവസം നമ്മൾ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ ഫൈനായിട്ട് വരും. അത് മാത്രമല്ല ഒരുപാട് വേറെയും ഫൈന് കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആയിട്ട് വരും. ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നിയമങ്ങളാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്നതിന് പകരം ഒരു CA കാരനെ കണ്ട് അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് പ്രോബ്ലംസ് കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ ഇത്തരത്തിലുള്ള നോട്ടീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകൾ അത് സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഭാവിയിൽ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിത് ഒരുപാട് വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒന്നാമത്തെ കാര്യം ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളും ഇന്ത്യയിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CoinDCX, CoinSwitch, Unocoin, WazirX ഇത്തരത്തിലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും FIU രജിസ്റ്റേർഡ് ആണ്. എല്ലാ ട്രാൻസാക്ഷൻസും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട് നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസും. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകളും വളരെ ലോ വോളിയമുള്ള, അതേപോലെ തന്നെ ഒട്ടും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, ഇപ്പോൾ WazirX ഒക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഹാക്ക് ചെയ്ത് പോയിട്ട് എത്രമാത്രം ആളുകളുടെ ക്യാഷാണ് പോയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിലയബിൾ അല്ലാത്ത എക്സ്ചേഞ്ചുകളാണ്. അതിനോടൊപ്പം തന്നെ ഇത്രയും വലിയ രീതിയിലുള്ള ടാക്സ് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് തന്നെ ക്രിപ്റ്റോ കറൻസിനെ ഡിസ്കറേജ് ചെയ്യാനുള്ള റൂള് കാര്യങ്ങളാണ് ഉള്ളത്. അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട്, ഇനി ഇൻ കേസ് നിങ്ങൾ ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CoinDCX, സ്വിച്ച് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം നിങ്ങൾ ലോങ് ടേം ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CoinDCXലൊക്കെ നിങ്ങളിപ്പോൾ ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ചെയ്തതുപോലെ അത് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ബൈങ് ആൻഡ് സെല്ലിങ് നടത്താതിരിക്കുക. കാരണം നമ്മൾ എത്രത്തോളം ട്രാൻസാക്ഷൻസ് കൂടുന്നോ അത്രത്തോളം അതിൽ ലോസ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, പക്ഷേ ലോസിന് നമ്മൾ അത് ഓഫ്സെറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരിക്കലും സ്പോട്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്പോട്ട് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഫ്യൂച്ചേഴ്സിലോ അല്ലെങ്കിൽ വല്ല ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളോ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പോട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടും വെർച്വൽ ഡിജിറ്റൽ അസറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ഓരോ ട്രാൻസാക്ഷൻസും TDS അപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻസും നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 10 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഈ 10 ട്രേഡിലും 5 ട്രേഡ് പ്രോഫിറ്റബിൾ ആണ്, അതിൽ 5000 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷേ വേറെ 5 ട്രേഡിൽ ലോസ് ആണ്, നമ്മളതിൽ 7000 രൂപ ലോസ് ആണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് ലോസ് ആക്ച്വലി 2000 രൂപയാണ് അല്ലേ. പക്ഷേ സ്റ്റിൽ നമ്മൾ 5000 രൂപേൻ്റെ 30% ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഈ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പുള്ളിക്കാരൻ്റെ സിനാരിയോയിലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ട്രാൻസാക്ഷൻസിൽ കുറച്ച് ട്രാൻസാക്ഷൻസേ പ്രോഫിറ്റബിൾ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ടാക്സിൻ്റെ നിയമങ്ങൾ. അപ്പോൾ അതിന് പകരം ഇത് ഒഴിവാകണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ വല്ല ഫ്യൂച്ചേഴ്സിലോ വേറെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിലോ ഒക്കെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ സ്പോട്ടിൽ നമ്മൾ ലോങ് ടേം ഹോൾഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ലോങ് ടേം ആയിട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ബിറ്റ് കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതായത് കാരണം എന്താണ്, ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ബിറ്റ് കോയിൻ ആണ്. ലോങ് ടേമിൽ നമ്മൾ
അത് ഏത് ഹയസ്റ്റ് പോയിന്റിൽ വാങ്ങിച്ചാലും അത് ഇവൻച്വലി നമ്മുടെ ബിറ്റ്കോയിൻ പോർട്ട്ഫോളിയോ പ്രോഫിറ്റിലോട്ട് എത്തും. അത് മാത്രമല്ല ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ബിറ്റ്കോയിൻ തന്നെയാണ്. പക്ഷേ പല ആളുകളും മെജോറിറ്റി ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ്? ബിറ്റ്കോയിനിൽ വളരെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ മെജോറിറ്റി എമൗണ്ട് മറ്റുള്ള ആൾട്ട് കോയിൻസിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് കണ്ണിൽ കണ്ട ആൾട്ട് കോയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഡേറ്റ, ലോങ് ടേം ആയിട്ടുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക? മെജോറിറ്റി ആൾട്ട് കോയിൻസും നമ്മൾ ഇവൻച്വലി അത് ലോസിലോട്ട് മാറും. ഇപ്പോൾ കഴിഞ്ഞൊരു 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ട് ആൾട്ട് കോയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളും ലോസിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2025ത്തെ ഡേറ്റ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 85% ആൾട്ട് കോയിൻസും ടോപ്പ് 50 ക്രിപ്റ്റോ കറൻസികളിലുള്ള 85% ആൾട്ട് കോയിൻസും മോർ ദാൻ 50% ലോസിലാണ്. അതായത് ഇൻ കേസ് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ബിറ്റ്കോയിൻ എന്തായാലും ഇവൻച്വലി പ്രോഫിറ്റബിൾ ആവും. അപ്പോൾ ബിറ്റ്കോയിനിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് നമ്മൾ എന്തായാലും ടാക്സ് അടക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ലോസ് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അറ്റ് ദി എൻഡ് നെറ്റ് എഫക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലോസ് ആയിരിക്കും. പക്ഷേ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിറ്റ്കോയിൻ ഗവൺമെൻറ് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ബിറ്റ്കോയിനിൽ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിലുള്ള ടാക്സ്, പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ടാക്സ് അടയ്ക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അത് കാരണം കൊണ്ട് തന്നെ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് വീണ്ടും പ്രോബ്ലം ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ക്രിപ്റ്റോയിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ നിങ്ങളുടെ ഹാർഡ്വെയർ വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു എക്സ്ചേഞ്ചിലൂടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ മേജർ ആയിട്ടുള്ള ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളും ക്രിപ്റ്റോ വിഡ്രോവൽസ് അനുവദിക്കുന്നില്ല. ഇപ്പം നമുക്ക് INR നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാം. പക്ഷേ നമ്മൾ ഈ വാങ്ങിക്കുന്ന ബിറ്റ്കോയിൻ നമുക്ക് ആ എക്സ്ചേഞ്ചിൽ തന്നെ ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരവസ്ഥയാണ് ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഉള്ളത്. ഫോർ എക്സാമ്പിൾ വസീറെക്സ്, CoinDCX ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളൊന്നും സെൽഫ് കസ്റ്റഡി അനുവദിക്കുന്നില്ല. നമ്മുടെ ബിറ്റ്കോയിൻ നമ്മുടെ ഹാർഡ്വെയർ വാലറ്റിലോട്ട്, പേഴ്സണൽ വാലറ്റിലോട്ട് അയക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വസീറെക്സ് ഹാക്ക് ചെയ്ത് പോയപ്പോൾ എത്ര ആളുകളുടെ പൈസയാണ്, എത്ര ആളുകളുടെ ബിറ്റ്കോയിൻ ആണ് പോയത് അല്ലേ? അതേപോലെ ഈ എക്സ്ചേഞ്ചുകളിനെ വിശ്വസിച്ച് നമ്മൾ ആ എക്സ്ചേഞ്ചുകളിൽ തന്നെ ബിറ്റ്കോയിൻ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ എക്സ്ചേഞ്ചുകൾക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ പോയി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഭാവിയിൽ ഈ ഒരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയൊരു എമൗണ്ടായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിൽക്കുന്ന സമയത്ത് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് വിൽക്കുന്ന സമയത്താണ് ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഈ ടാക്സിൽ നിന്ന് ഒഴിവാവാൻ വേറെ ഒരു വഴിയില്ല എന്നുള്ളതാണ്. പകരം നിങ്ങൾ ഈ വാങ്ങിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ നിങ്ങളുടെ സെൽഫ് കസ്റ്റഡി വാലറ്റിലോട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നും വേറൊരു രാജ്യത്തോട്ട് പോയി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UAE പോയി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ UAE ടാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. UAE ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സെൽഫ് കസ്റ്റഡിയിലുള്ള ബിറ്റ്കോയിൻ കാര്യങ്ങൾ നിങ്ങൾ ഭാവിയിൽ വേറൊരു രാജ്യത്തോട്ട് പോയി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായിലോട്ട് മാറി നിങ്ങളുടെ ഒരു ടാക്സ് സ്റ്റാറ്റസ് ഒരു NRI സ്റ്റാറ്റസിലോട്ട് മാറി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുബായിൽ നിന്ന് ഈ ക്രിപ്റ്റോ കറൻസികൾ വിറ്റ് ക്യാഷ് ആക്കി എന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് അടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത്? നമ്മുടെ ബിറ്റ്കോയിൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, നമ്മുടെ സെൽഫ് കസ്റ്റഡി വാലറ്റിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഒരു ഹാർഡ്വെയർ വാലറ്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാർഡ്വെയർ വാലറ്റുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഹാർഡ്വെയർ വാലറ്റിൽ എങ്ങനെയാണ് ബിറ്റ്കോയിൻ സൂക്ഷിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. സോ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള ഗെറ്റ്ബിറ്റ് എന്നുള്ള ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ നമുക്ക് സെൽഫ് കസ്റ്റഡി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ചിലൂടെ എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റ് കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്ന നമ്മുടെ ബിറ്റ്കോയിൻ റിട്ടയർമെൻറ്റ് കോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നിലവിൽ വെറും $59 നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ ഈ ഒരു റിട്ടയർമെൻറ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ വളരെ
ഡീറ്റെയിൽഡ് ആയിട്ട് ബിറ്റ്കോയിൻ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെജോറിറ്റി ആളുകൾ മോർ ദാൻ 50% നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ UAE-യിലുള്ള ആളുകളാണ്, ദുബായിലുള്ള ആളുകളാണ്. പക്ഷേ സ്റ്റിൽ പല ആളുകളും ദുബായിനെ സംബന്ധിച്ചിടത്തോളം UAE-നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ക്രിപ്റ്റോ ഇൻഡസ്ട്രി വളരെ റെഗുലേറ്റഡ് ആണ്. ഗവൺമെൻറ് എല്ലാ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു രാജ്യമാണ് UAE. പക്ഷേ എന്നിട്ടും UAE-യിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ക്യാഷ് കാര്യങ്ങൾ ഇന്ത്യയിലോട്ട് അയച്ചിട്ട് ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് പല ആളുകളും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുള്ള ഈ ആളും അബുദാബിയിലുള്ള ഒരാളാണ്. പുള്ളിക്കാരനാണ് അത്രയും ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഈ ക്യാഷ് ഇന്ത്യയിലോട്ട് അയച്ച് CoinDCX-ൽ ഇൻവെസ്റ്റ് ചെയ്തത് കാരണം കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോബ്ലത്തിൽ പുള്ളിക്കാരൻ പോയി പെട്ടത്. പക്ഷേ പകരം നിങ്ങൾ UAE-യിലാണ് ഗൾഫിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളോ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളോ ഉപയോഗിക്കാതിരിക്കുക. അവിടെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള UAE-യിലാണെന്നുണ്ടെങ്കിൽ UAE അതോറിറ്റി കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. UAE ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെറുതെ ഇന്ത്യയിലുള്ള ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഈ ഒരു റിട്ടയർമെൻറ്റ് കോഴ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.